നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ എൻ്റെ കറൻറ്റ് പി ഐ വാല്യൂ ഏകദേശം $1449 ആണ്. ഇത് ഏകദേശം $1800 വരെ വന്നു. $2 ആയപ്പോൾ ഒരു പി ഐ ടോക്കൺ $2 ആയപ്പോൾ 1800 വരെ വന്നതാണ്. ഞാൻ വിറ്റിട്ടില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം $1500 ഇപ്പോൾ കറണ്ട് റേറ്റ് വെച്ചിട്ട് എനിക്ക് 1,29,920 രൂപ ഇപ്പോൾ വിറ്റാൽ എനിക്ക് കിട്ടും ഈ ഒരു പി ഐ ടോക്കണിൽ നിന്ന്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പി ഐ ലിസ്റ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെയാണ് ലിസ്റ്റ് ആയിരിക്കുന്നത്. $3.4 ആണ് ലിസ്റ്റിംഗ് ടൈമിൽ വന്നത്. പക്ഷേ നല്ല രീതിയിൽ ഞാൻ ഇതിനു മുമ്പുള്ള ഇന്നലത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നു, നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ തുടക്കത്തിലുണ്ടാവും. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ടോക്കൺസ് ഉള്ളത് നമ്മളെപ്പോലെ ഫ്രീ ആയിട്ട് മൈൻ ചെയ്തെടുത്ത ആളുകളുടെ കയ്യിലാണ്. അപ്പോൾ മാക്സിമം ആളുകൾ അത് സെല്ല് ചെയ്യാനേ നോക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓരോ ക്യാൻഡിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഏകദേശം 50% സെല്ലിങ് വന്നിട്ടുണ്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ. അതിനുശേഷം കുറച്ച് പേര് വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം സെല്ലിങ് ഓർഡർ ബുക്കിൽ സെല്ലിങ് ഏകദേശം 80% മുകളിലാണ് സെല്ലിങ്. അതുപോലെ തന്നെ ബൈയിങ് പ്രഷറും കൂടി വരുന്നുണ്ട്. ആളുകൾ ഒരുപാട് ബൈ ചെയ്യാനും നോക്കുന്നുണ്ട്. എന്നിരുന്നാലും 1-2 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് റേറ്റ് നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഒരുപാട് ആളുകൾ പറഞ്ഞതുപോലെ അതിനെതിരായിട്ടാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. കാരണം 0.005 ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ സംഭവം ഏകദേശം $3.4 ലിസ്റ്റ് ആയിരിക്കുന്നത്. എന്തായാലും നമുക്ക് പുതിയ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഹൈക്ക് ഈ ഒരു ടോക്കണിന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് എക്സ്ചേഞ്ചുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈനാൻസിൽ ഇതിൻ്റെ പോളിംഗ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം PA എക്സ്ചേഞ്ചിൻ്റെ വാർത്തകൾ വന്നിരിക്കുന്നത് എക്കണോമിക് ടൈംസിലൊക്കെയാണ്. എന്തായാലും വലിയ ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം ഇതിൻ്റെ ന്യൂസും മറ്റു കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം, ദ ലോഞ്ച് ഹാസ് ഓൾസോ ഫ്യൂൾഡ് സ്പെക്കുലേഷൻസ് ഓവർ എ പൊട്ടൻഷ്യൽ PI കോയിൻ ലിസ്റ്റിംഗ് ഓൺ മേജർ എക്സ്ചേഞ്ചസ് ലൈക്ക് ബൈനാൻസ് ആൻഡ് OKX. ഓക്കെ, അപ്പോൾ പല എക്സ്ചേഞ്ചുകളിലും ഇതിൻ്റെ ലിസ്റ്റിങ്ങിനെ കുറിച്ചുള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ട്. ബൈനാൻസിൽ ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട, കുറേ നാളത്തേക്ക് നല്ല രീതിയിലുള്ള ഹൈക്ക് എന്തായാലും ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് പേര് ഒരുപാട് വീഡിയോസൊക്കെ അടിച്ചിറക്കി. ഇതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസിലെല്ലാം പല വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു ആളുകൾ. ഇതിൻ്റെ ലിസ്റ്റിംഗ് ടൈം, ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പൊക്കെ അനുസരിച്ച് $0.001 ആകാനൊക്കെ ചാൻസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ ആളുകൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അവർ ഈ ടോക്കൺ വിറ്റു എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ബയ്യേഴ്സായിട്ട് വേറൊരു പേരിൽ ബയ്യേഴ്സിൻ്റെ ലിസ്റ്റ് കൊടുക്കും. എന്നിട്ട് ആളുകളെ കൊണ്ട് സെല്ല് ചെയ്യിപ്പിക്കും. എന്നിട്ട് കൂടുതൽ ചെറിയ എമൗണ്ടിന് ഏകദേശം 50 ഫീൽസ് $1 താഴെയാണ് അവർ മെയിനായിട്ട് ടോക്കൺസ് എല്ലാം പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ അവർ വിറ്റിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇരട്ടി പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതുപോലെ നല്ല എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ആവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹൈക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു സ്റ്റേബിൾ കോയിൻ ആകാനുള്ള ചാൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. USDT ഒക്കെ പോലെ ഒരു സ്റ്റേബിൾ കോയിൻ, അതായത് മാർക്കറ്റ് എങ്ങോട്ട് പോയാലും അത് സ്റ്റേബിളായിട്ട് നിൽക്കും. ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ടോക്കണായിട്ട് ഇത് വരാൻ ചാൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ലിസ്റ്റിംഗ് പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം സെല്ലിംഗ് പ്രഷറാണ് കൂടുതൽ. ഫസ്റ്റ് 2-3 ക്യാൻഡിലിൽ തന്നെ നല്ല രീതിയിലുള്ള സെല്ലിംഗ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലിസ്റ്റ് ആയതിനു ശേഷം വന്നൊരു കോണ്ടൻ്റാണ് ഈ എക്കണോമിക് ടൈംസിൽ. അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ബൈനാൻസിൽ ലിസ്റ്റ് ആവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ബൈനാൻസ് ലിസ്റ്റിംഗ് കുഡ് ബി എ ഗെയിം ചേഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ബൈനാൻസിൽ ഏകദേശം ലിസ്റ്റ് ആവുകയാണെങ്കിൽ ഏകദേശം കറണ്ട് അപ്രോച്ചിങ് ദ 100 മാർക്ക്, അനലിസ്റ്റ് 120 or 150 റേഞ്ച് വരെ ഹയർ പോകാനുള്ള ചാൻസും കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ടോക്കൺ വിൽക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഓൺലൈൻ കോണ്ടന്റുകൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ജെന്യുവിൻ ആയിട്ടുള്ള, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള എക്കണോമിക് ടൈംസ് പോലത്തുള്ള മാഗസീൻസൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതിനെക്കുറിച്ച്. ഇവിടെ നിങ്ങൾക്ക് കാണാം Gate.io എന്ന് പറയുന്ന എക്സ്ചേഞ്ച് വളരെ വലിയൊരു എക്സ്ചേഞ്ചാണ് Gate.io. അത് ലിസ്റ്റ് ആകുമെന്ന് പറയുന്നുണ്ട്. Gate.io ഓൾറെഡി ലിസ്റ്റ് ആയി എന്ന് തോന്നുന്നുണ്ട് ഇതേ സമയം. ഇവിടെ കാണാം ഈ സമയം തന്നെ അത് ലിസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഓരോ ക്യാൻഡിലായിട്ട് മുകളിലേക്ക് കയറുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ വോളിയം കാണാൻ സാധിക്കും. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ ഫുള്ള് ഗ്രീൻ. ഇത് ഹൈ വോളിയം ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്യാൻഡിലാണ്. പക്ഷേ അതിൽ തന്നെ സെല്ലിങ് വന്നത് കാരണം രണ്ടാമത്തെ മൂന്നാമത്തെ താഴെയുള്ള ക്യാൻഡിൽസ് നിങ്ങൾക്ക് കാണാം റെഡ് കത്തിരിക്കുന്നത്. അത് ഹൈ സെല്ലിംഗ് പ്രഷർ, നല്ല ക്വാണ്ടിറ്റിയിലുള്ള സെല്ല് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ
ഒരു ലെവലിലാണ് പോകുന്നത് ബൈയിങ് സെല്ലിങ്ങും. ഇപ്പോൾ ആളുകൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട്, ഇതിൻ്റെ കോയിൻ സ്ട്രോങ്ങർ ആണോ എന്നുള്ള ഡൗട്ട് തോന്നിയിട്ടുണ്ട്. ആളുകൾ വീണ്ടും അത് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകളിൽ ഗ്രീൻ ക്യാൻഡിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഫുൾ ഗ്രീൻ ക്യാൻഡിൽ, ഈ ഫസ്റ്റ് ക്യാൻഡിൽ പോലെ തന്നെ ഇങ്ങനെ വിക്കൊന്നുമില്ലാത്ത ഫുൾ ഒരു ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ കോയിൻ്റെ പ്രൈസ് വീണ്ടും മുകളിലേക്ക് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ബൈയിങ്ങും സെല്ലിങ്ങും 12% ഇപ്പോഴും സെല്ലിങ് വളരെ കൂടുതലാണ്. ആളുകൾ സെല്ലിങ് പ്രഷർ നല്ല കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് ആളുകളും നല്ല ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ബൈയിങ് പ്രഷറും കൂടി വരുന്നത് കാണാൻ സാധിക്കും. ഒന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ആളുകൾ ക്വാണ്ടിറ്റി ബൈയും സെല്ലും ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. കൂടുതൽ ആളുകൾ എമൗണ്ട് ഓഫ് ക്യാഷ് പോയതുള്ള വരുന്നത്. ഓക്കെ, താഴെ നിങ്ങൾക്ക് കാണാം ക്വാണ്ടിറ്റികൾ ബൈയിങ് സെല്ലിങ്ങും ഏകദേശം ഒരേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഡെപ്ത് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ബയ്യേഴ്സാണ് കൂടി വരുന്നത്. ഇവിടെ ഗ്രീൻ കത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, ബയ്യേഴ്സാണ് ഇപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രേഡിങ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഓരോ സെക്കൻഡിലും നല്ല രീതിയിലുള്ള ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബയ്യും സെല്ലും എന്തായാലും നടക്കണം, എന്നാൽ മാത്രമേ മാർക്കറ്റ് മുകളിലേക്കും താഴേക്കും പോകുള്ളൂ. നല്ല രീതിയിൽ ബയ്യേഴ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടോക്കൺ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് എക്സ്ചേഞ്ചുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് മറ്റു ലിസ്റ്റിങ്ങിന് ശേഷം ഒരുപാട് എക്സ്ചേഞ്ചുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ലിസ്റ്റിങ്ങിനും വേണ്ടിയിട്ട്. എന്തായാലും നമ്മളുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ വളരെ സ്ലോ ആണ്, ഇത് നിങ്ങൾക്ക് കാണാം, ഓൺ തന്നെ ആകുന്നില്ല. കൂടുതൽ ആളുകൾ ചിലപ്പോൾ വാലറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയായിരിക്കും, അതുകൊണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാം എനിക്ക് ആക്ച്വലി 2,83,000 സംതിങ് ടോക്കൺസ് ഉണ്ട്. പക്ഷേ ഇവർ പറയുന്നത് KYC കംപ്ലീറ്റ് ചെയ്യാത്തത് കാരണം റെഫറൽസിൻ്റെ ടോക്കൺസ് നമ്മളുടെ വാലറ്റിലേക്ക് പോകുന്നില്ല എന്നാണ്. അതുകൂടാതെ ഇവർ ഒരുപാട് ടോക്കൺസ് നമ്മുടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 50% എബോവ് നമ്മളുടെ ആളുകളുടെ എല്ലാം ടോക്കൺസ് ലോക്ക് ചെയ്ത് അത് മറ്റൊന്നിനുമല്ല, ഇതുപോലെ ലിസ്റ്റ് ആകുമ്പോഴേ എല്ലാവരും കൂടി സെല്ല് ചെയ്യാതിരിക്കാൻ വേണ്ടി കൂടിയിട്ടായിരിക്കും. പക്ഷെ അവർ പറയുന്നത് ഇതുപോലെ KYC കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ലോക്ക് എന്നതൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വാലറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ, അല്ലെങ്കിൽ എൻ്റെ റെഫറൽസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഏകദേശം 3,900 റെഫറൽസ് ഉണ്ട്. അതിൽ മൈൻ ചെയ്യുന്നത് 443 മാത്രമാണ്. എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജ് ആളുകൾ KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ബാലൻസ് ഒന്നും ഇപ്പോൾ ഓപ്പൺ ആവുന്നില്ല, ഹാങ് ആയിരിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് വീണ്ടും ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, 1.4 വരെ ഞാൻ കയറിയിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ 1 മിനിറ്റ് ക്യാൻഡിൽസ് എടുത്തിട്ടാണ് ഈ നോക്കുന്നത്. 15 മിനിറ്റ്സ് നമുക്ക് എടുത്ത് നോക്കാം, അപ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. ഞാൻ സാധാരണ സ്റ്റോക്കിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ചാർട്ടുകളാണ് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് എഫിഷ്യൻ്റായിട്ട് ഇതിൻ്റെ വാല്യുവേഷൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ഫസ്റ്റ് വന്നതിന് ശേഷം അത്യാവശ്യം ആളുകൾ ബയ്യേഴ്സ് ഇതിൽ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം ഇനിയും ഒരു ഇതുപോലെ ഒരു കംപ്ലീറ്റ് ഗ്രീൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം $1.4 ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും, ഇതിലും കുറവോ കൂടുതലോ ഒക്കെ ആയിരിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയമാണ് ഈ കാണിക്കുന്നത്. ഏകദേശം 2 മണിക്കാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 3-3:30 ആയിട്ടുണ്ടാവും. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വോളിയം കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഇന്ത്യൻ ടൈം ആണ് ഇത് കൂടുതൽ ഇപ്പോൾ ലിസ്റ്റ് ആയിരിക്കുന്നത്. US ടൈമൊക്കെ ഏകദേശം 8 മണിയായിട്ടുണ്ടാകും. അപ്പോൾ കൂടുതൽ ആളുകൾ ചിലപ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ. ഓക്കെ, ബയ്യേഴ്സിനെ പോലെ തന്നെ സെല്ലേഴ്സും കൂടി വരുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ഈ അടുത്തൊന്നും ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിൽക്കാം. ഇതിൻ്റെ പ്രോജക്റ്റും മറ്റു കാര്യങ്ങളും ഇതിനു മുമ്പുള്ള വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല പ്രോജക്റ്റുകൾ ഇതിൻ്റെ പിന്നിൽ വരാൻ സാധ്യതയുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒക്കെ പോലുള്ള നല്ല നല്ല പ്രോജക്ട്സ് ഒക്കെ ഇതിൻ്റെ പുറകിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ചിലപ്പോൾ ഇടിയാനും ചാൻസ് ഉണ്ട്. പക്ഷേ പുതിയ എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വോളിയം കൂടാനും ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യുക, ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞിട്ട് ഇനി നിങ്ങളിപ്പോൾ വിറ്റ് കണ്ടിട്ട് ചിലപ്പോൾ നല്ല രീതിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതും എന്നെ കുറ്റം പറയും. അപ്പോൾ അതൊന്നും വേണ്ട, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യുക. ഞാൻ എന്തായാലും ഇതിപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ,
കുറഞ്ഞാലും ശരി നഷ്ടമായാലും ശരി അത് നമുക്ക് സഹിക്കാം. കാരണം 5 പൈസ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല നമുക്ക്. ആകെ ഒരു 10 to 20 സെക്കൻഡ്സ് ഡെയിലി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് മൈൻ ചെയ്യുന്നത്. അപ്പോൾ ചിലവൊന്നുമില്ല, വേറെ ചിലവൊന്നും നമുക്ക് വന്നിട്ടില്ല. എന്നിരുന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കുറച്ചാളൊന്ന് ഹോൾഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ, ക്രിപ്റ്റോ മാർക്കറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പോകുന്നുണ്ട്. വലിയ ഡൗൺ ഒന്നും ആയിട്ടില്ല. നല്ലൊരു ഹൈപ്പ് വന്നതിന് ശേഷം അത്ര വലിയ ഡൗൺ ഒന്നും ആയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് കാണാം 1.5 വീണ്ടും തിരിച്ച് കയറി വരുന്നുണ്ട്. നോക്കാം. ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ മെയിനിറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിലെ ബാലൻസും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ബാലൻസ് അല്ല എനിക്ക് കിട്ടേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഒരുപാട് പേര് KYC കംപ്ലീറ്റ് ചെയ്ത ആളുകളുണ്ട്. ഇവരും മനഃപൂർവ്വം കുറച്ച് എമൗണ്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാം 893 മാത്രമേ എൻ്റെ മൈഗ്രേറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അൺവെരിഫൈഡിലും ട്രാൻസ്ഫറബിളിലാണ് കിടക്കുന്നത്. പക്ഷേ ഇത്രയും ടോക്കൺസ് ഒന്നുമല്ല. അതിൽ കൂടുതൽ ആളുകൾ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ മനഃപൂർവ്വം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കാം. ഒരുപാട് അൺലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആളുകൾ സെല്ല് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തവരാകാം. എന്നിരുന്നാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ബാക്കിയുള്ള ബാലൻസ്, ബാക്കിയുള്ള മൈഗ്രേഷനൊക്കെ എപ്പോൾ നടക്കും എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ ഞാൻ അതിൽ നിന്ന് മാക്സിമം ടോക്കൺസ് ഇതിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അസറ്റ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ വാല്യൂ. ഏകദേശം 892 ടോക്കൺസ് ഞാൻ ഇതിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം $1,427 വാല്യൂ ഇപ്പോൾ ആയിട്ടുണ്ടത്. 1,427 ഇൻറ്റു USDT ഒരു 85 ഡോളറിന് 85 റുപ്പീസ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1,21,000 വാല്യൂ ഇപ്പോൾ എനിക്ക് വിറ്റാൽ കിട്ടും. അതിൽ എങ്ങാനും നമ്മളുടെ മൊത്തം ടോക്കൺ അൺലോക്ക് ആവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ചിലപ്പോൾ വിറ്റുകളായിരിക്കും 50%. കാരണം അത്രയും വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് എപ്പോൾ അൺലോക്ക് ആവും, എങ്ങനെ അൺലോക്ക് ആവുമെന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ല. എങ്ങാനും ഇത് ഒരു 2 lakh ടോക്കണെങ്കിലും അൺലോക്ക് ആവുകയാണെങ്കിൽ അതിലൊരു 10,000 ടോക്കൺ, 10,000 to 20,000 ടോക്കൺ ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് തന്നിരിക്കും. എത്ര ആളുകൾക്കാണെന്ന് വെച്ചാൽ അത്ര ആളുകൾക്ക് ഗീവ് അവേ ആയിട്ട് ഞാൻ തന്നിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതിനു മുമ്പുള്ള നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺലോക്ക് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 to 20,000 ടോക്കൺസ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ അൺലോക്ക് ആവാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അൺലോക്ക് ആവാൻ പ്രാർത്ഥിക്കുക. തീർച്ചയായും അൺലോക്ക് ആയില്ലെങ്കിൽ ചിലപ്പോൾ ഇത് മായിന് പോകാനും ചാൻസ് ഉണ്ട്. അതായത് KYC പീരീഡിൽ അൺലോക്ക് ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ഈ അൺവെരിഫൈഡ് ബാലൻസ് ചിലപ്പോൾ 0 ആകാനും ചാൻസ് ഉണ്ട്. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവരുടെ രീതി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും ഇപ്പോൾ കിട്ടിയതെല്ലാം നല്ലതിന് വളരെ 100% ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എടുത്ത് നോക്കുക. റേറ്റ് വീണ്ടും കൂടി വരുന്നുണ്ട്. 1,496 ആയിട്ടുണ്ട് അതിൻ്റെ വാല്യൂ. 1.7 ആയിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. $1.78 വീണ്ടും തിരിച്ച് കയറി വരുന്നുണ്ട്. നല്ല ക്വാണ്ടിറ്റി ഇതിൽ കയറുന്നുണ്ട്. ഒരുപാട് ആളുകൾ ബൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈം എത്ര ഡോളേഴ്സ് ആയെന്ന് നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ബയ്യേഴ്സിൻ്റെ പവറും സെല്ലേഴ്സിൻ്റെ പവറും നമുക്കറിയാം. നിങ്ങൾക്ക് ഇവിടെ കാണാം 15 മിനിറ്റ് ചാർട്ട് എടുക്കുമ്പോൾ രണ്ടാമത്തെ വലിയ ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ കൂടി കത്തി വരുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ചിലപ്പോൾ സെല്ലിംഗ് പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ മുകളിലേക്ക് വീണ്ടും പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 1 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം താഴെ വോളിയം കയറിയിരിക്കുന്നത് നോക്കൂ. 4 ബാർ 5 ബാർ ഗ്രീനാണ് കത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വോളിയം കയറിയിട്ടുണ്ട്. അതിനുശേഷം ഒരു സെല്ലിംഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചാർട്ട് അനലൈസ് ചെയ്തിട്ടും ബൈയിങ് സെല്ലിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.